ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം, ഒക്ടോബർ മാസത്തിൽ രോഹിണി നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ അനുഭവത്തിലേക്ക് വരുന്ന ശുഭ അശുഭ ഫലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുന്നേ ഇപ്പോഴത്തെ ഗ്രഹസഞ്ചാരം എന്ന് പറയുന്നത്, ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത്, ആദിത്യൻ കന്നി തുലാം രാശികളിലായിട്ട് സഞ്ചരിക്കുന്ന സമയം. ഒക്ടോബർ 16 വരെ ആദിത്യൻ കന്നി രാശിയിലായിരിക്കും. തുടർന്നാണ് തുലാം രാശിയിലേക്ക് രാശിപ്പകർച്ച സംഭവിക്കുന്നത്. അത്തം ചിത്തിര ചോതി ഞാറ്റുവേലകളും ഈ സമയത്താണ് ഉണ്ടാകുന്നത്. മാസത്തിൻ്റെ ആദ്യം ചന്ദ്രൻ കറുത്ത പക്ഷത്തിലാണ് സ്ഥിതി. ഒക്ടോബർ 2 അമാവാസിയായിരുന്നു. ഒക്ടോബർ 4 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലാണ് നവരാത്രി കാലം വരുന്നത്. അതിൽ 13-നാണ് വിജയദശമി ആഘോഷിക്കുന്നത്. ഒക്ടോബർ 17 പൗർണമിയുമാണ്. ഒക്ടോബർ 31 വ്യാഴാഴ്ച ദീപാവലി അല്ലെങ്കിൽ നരക ചതുർദശി ആഘോഷിക്കുന്നു. ശനിയാണെങ്കിൽ കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൽ വക്രഗതിയിൽ തുടരുന്നു. പിൻഗതിയിലാണ് തുടരുന്നത്, പുറകോട്ടുള്ള സഞ്ചാരം. വ്യാഴം ഇടവം രാശിയിൽ മകയിരത്തിലാണ്. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്തത്തിലും സഞ്ചരിക്കുന്ന സമയം. ബുധൻ കന്നി രാശിയിലാണ് അവസ്ഥ. തുടർന്ന് വരുന്ന 10-ാം തീയതി തുലാം രാശിയിലേക്ക് മാറുകയും 30-ന് വൃശ്ചികത്തിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നു. ഒക്ടോബർ 19 വരെ ബുധന് മൗഢ്യ അവസ്ഥ ഉണ്ടാകുന്നതായിരിക്കും. ശുക്രന് മാസത്തിൻ്റെ തുടക്കത്തിൽ തുലാത്തിലായിരിക്കും. ഒക്ടോബർ 13-ന് വൃശ്ചികത്തിൽ പ്രവേശിക്കുന്നുണ്ട്. ചൊവ്വ മാസാരംഭത്തിൽ മിഥുനം രാശിയിലാണ്. ഒക്ടോബർ 20-ന് നീച ക്ഷേത്രമായ കർക്കിടകത്തിൽ പ്രവേശിക്കും. ഒക്ടോബർ 28 വരെ ചൊവ്വ പുണർദം നാളിലുമാണ് തുടരുന്നത്. തുടർന്ന് പൂയത്തിലേക്ക് മാറും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് രോഹിണി നക്ഷത്ര ജാതകരുടെ ഫലം ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒക്ടോബറിൽ രോഹിണി നക്ഷത്ര ജാതകർക്ക് മാസത്തിൻ്റെ ആദ്യ വാരത്ത് പ്രവർത്തന മണ്ഡലവുമായി വേണ്ടത്ര കാര്യക്ഷമമായ ഉയർച്ചകൾ ഉണ്ടാവില്ല. ആലോചനകളും അതിനെ വീണ്ടും പുനരാലോചനകളും ആവർത്തിക്കുന്ന ഒരു സമയമായിരിക്കും. സൗഹൃദങ്ങൾ, ബന്ധുക്കൾ അല്ലെങ്കിൽ ബന്ധുത്വം നിലനിർത്തുന്നതൊക്കെ വളരെ ഒരു വെല്ലുവിളിയായിട്ട് അനുഭവപ്പെടാം. ആ ഒരു രീതിയിലൊക്കെ പോകും. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതുപോലെ ബന്ധുക്കളെ ആയിട്ടുള്ള ആ ഒരു റിലേഷനും പിടിച്ചു നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു സമയമാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചവർ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ സമീപിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരു പ്രവർത്തന മേഖലയിൽ നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യം, അത് അവർ തന്നെ സ്വയമായിട്ട് പിൻവലിക്കാൻ ഇടയുണ്ട്. അതായത് ഈ കരാർ പോലത്തെ ജോലി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സംസാരത്തിൽ വരുന്ന കുറച്ച് ആശയവിനിമയത്തിൻ്റെ അവ്യക്തത മൂലവും ഈ കാര്യങ്ങളിൽ സംഭവിക്കാം, നിഴലിച്ച് പോകാം എന്ന് പറയാം. ഈ കാര്യങ്ങളൊക്കെ പുറകോട്ട് മാറി നിൽക്കാം എന്നുള്ളൊരു അവസ്ഥ വരാം. ഈ മാസത്തിൻ്റെ 2-ാം പകുതിക്കാവും മേന്മ കൂടുതലായിട്ട് രോഹിണി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത്. വ്യവഹാരങ്ങളിലും തർക്കങ്ങളിലൊക്കെ വിജയം നേടാൻ സാധിക്കുന്നൊരു സമയം. ഭൂമിയുടെ ക്രയവിക്രയത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതായിരിക്കും. വസ്തു കച്ചവടം, അതുമായി ബന്ധപ്പെട്ട രേഖാപരിശോധന കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ നീങ്ങി കിട്ടുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക്, ഗവേഷകർക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. ഏകാഗ്രത ഉണ്ടായി വരുന്നൊരു സമയമാണ്. സാങ്കേതിക വിജ്ഞാനം നേടുന്നതാണ്. കൂടാതെ തൊഴിലിടത്ത് എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരെയും ഏകോപിപ്പിക്കുന്നതിൽ വിജയം കാണുവാൻ സാധിക്കും. തൊഴിൽ മണ്ഡലവുമായി, ഓഫീസ് പ്രവർത്തന മണ്ഡലവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഒരുമിപ്പിച്ച് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായിരിക്കും. ധനപരമായിട്ട് നല്ല ആശ്വാസം അനുഭവപ്പെടുന്നതാണ്. ധനാഗമനം വന്നു ചേരും.
ഉയർച്ച ഉണ്ടാവുന്ന ഒരു സമയമാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയോട് അടുത്ത് വരുന്ന ആ ഒരു സമയം. ഈ രീതിയിലായിരിക്കും ഒക്ടോബർ മാസത്തിൽ രോഹിണി നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഏവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.